നല്ല മഴയത്ത് കപ്പയും തലക്കറിയും കിട്ടിയാലോ, അടിപൊളിയല്ലേ? അപ്പോൾ ഏട്ടൻ രാവിലെ കേരച്ചൂരയുടെ തലയാണ് കേട്ടോ, ഇതുപോലെ പീസ് പീസാക്കി വാങ്ങിച്ചുകൊണ്ട് വന്ന്. അപ്പം ഞാനത് ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത്, എന്നിട്ട് അതിന് വേണ്ടുന്ന സാമഗ്രികൾ, അതായത് വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പിന്നെ ഇഞ്ചി, ഇതെല്ലാം കൂടെ അരിഞ്ഞെടുക്കുന്ന ഒരു ഇതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ എന്നെ ഇരുന്ന് കളിയാക്കണം, ഞാനിങ്ങനെ ചമ്മണം കൂട്ടിയിരിക്കും കേട്ടോ. നിങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുമോ? പിന്നെ അതുകൊണ്ട് നമ്മൾ കപ്പ വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു. പിന്നെ ഞാൻ ഇതുപോലെ ഉരുളിയാണ് എടുത്തത് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഐറ്റംസ് ഒക്കെ വഴറ്റി, പിന്നെ മല്ലിപ്പൊടി ഇട്ടു, ഉലുവാപ്പൊടി ഇട്ടു, കാശ്മീരി മുളക് പൊടി ഇട്ടു, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു. ഇത്ര ഐറ്റംസ് ഇട്ടിട്ട് നല്ലതുപോലെ എണ്ണയ്ക്കകത്തിട്ട് ഇതെല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റുക കേട്ടോ. നല്ലതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ തക്കാളിപ്പഴവും കൂടെ 2 തക്കാളിപ്പഴം ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതോടെ ഇട്ട് പിന്നെ കുരുമുളക് പൊടി മസ്റ്റാണ് കേട്ടോ, അതോടെ ചേർത്തിട്ടുണ്ട്. തലക്കറിയല്ലേ, പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു. പിന്നെ പച്ചമുളകും കൂടെ ഇട്ട് കേട്ടോ. പിന്നെ ഇത് കുടംപുളിയാണ്, അല്ലെങ്കിൽ മീൻപുളി എന്നൊക്കെ പറയും, അതോടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു സമയമായപ്പോഴത്തേനും ഫോണിൻ്റെ ചാർജ് തീർന്നായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് മീൻ ഇടുന്നിടം കിട്ടിയില്ല. പിന്നെ മീനൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനാണ് കറണ്ട് വന്നത്. കറണ്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെ കറിയാപ്പിലെല്ലാം ഇട്ടപ്പോഴത്തേനും മീൻ സെറ്റായിട്ടുണ്ട്. പിന്നെ അതായത് നമ്മുടെ തലയുടെ കഷ്ണങ്ങളെല്ലാം ഇട്ടു. അപ്പോഴത്തേനും നമ്മുടെ ചീനിയും കൂടെ, അതായത് കപ്പയും കൂടെ, ഇവിടെ ചീനി എന്ന് പറയും കേട്ടോ, കപ്പയും കൂടെ റെഡിയായി. ഞാൻ ഈ തുടുപ്പ് ഇങ്ങനെ ഇളക്കുമ്പോഴേ ഈ തുടുപ്പിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കഴിക്കും കേട്ടോ. നിങ്ങളിങ്ങനെ കഴിക്കാറുണ്ടോ? അപ്പോൾ അതും കഴിഞ്ഞു. അപ്പം കപ്പയായി, തലക്കറിയായി, നമ്മൾ വിളമ്പാൻ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഏട്ടനൊക്കെ വരുന്നതിന് മുമ്പേ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് കണ്ടിട്ട് അങ്ങ് ഇരിക്കപ്പുറത്തേ ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ആ തലക്കറി എടുത്ത് കഴിച്ചു, കപ്പയും എടുത്തു കൂട്ടി. ഇത് തലേന്ന് ഇതുപോലെ പരിഞ്ഞിൽ വറുത്തുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തങ്ങ് കൂട്ടുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു, അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഒരിക്കലും ഫ്ലോപ്പ് ആവത്തില്ല. നല്ല അമ്മാതിരി ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇന്ന് മഴയത്ത് കപ്പയും തലക്കറിയും കൂട്ടി കഴിച്ചു, അടിപൊളിയാണ്. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുള്ളൂ. മീൻ പരിഞ്ഞിലെന്ന് പറഞ്ഞത് വലിയ പരിഞ്ഞിലായിരുന്നു കേട്ടോ, അതും ഇതുപോലെ വറുത്തെടുത്തതാണ്. അങ്ങനെ തുമ്പൂസിനും കഴിക്കാൻ കൊടുത്തു. തുമ്പൂസിന് കഴിക്കാൻ കൊടുത്തപ്പോൾ തുമ്പൂസ് പറഞ്ഞു, എൻ്റെ വീഡിയോ എടുക്കല്ലേ, ഞാനൊന്ന് കഴിച്ചോട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അടിപൊളിയായിട്ട് ഇന്നത്തെ ദിവസം കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തേക്ക് തെറ്റപ്പൊക്കെ സി യു.